പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കുരുവട്ടൂർ നൗഷാദിന് അവനെ എതിർക്കുന്ന ആളുകളൊക്കെയും വഹാബികളാണ്. ആദ്യമായി ഈ കുരുവട്ടൂർ ആലയത്തിലെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ആദർശ ആശയ അവിശുദ്ധിയൊക്കെയും വളരെ കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദും പേരോട് ഉസ്താദുമൊക്കെ ജനങ്ങളെ തര്യപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെയും ഇവൻ ഇപ്പോൾ കവലതോറും വഹാബികൾ എന്നാണ് മുദ്രകുത്തി പറയുന്നത്. എന്നാൽ അവർ രണ്ടുപേരിലും ഒരു പിടിവള്ളി കിട്ടിയില്ല എന്നതുകൊണ്ട് അവൻ ആദ്യമെടുത്ത അടവായിരുന്നു എ പി ഉസ്താദിന്റെ മദ്ഹ് പറയുക. എ പി ഉസ്താദിന്റെ മദ്ഹ് കുറെ പാടി നടന്നപ്പോൾ എ പി ഉസ്താദ് തന്നെ തുറന്ന് അവനെതിരെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അന്നു മുതൽ എ പി ഉസ്താദും വഹാബിയാണ്. അതുകൊണ്ട് തന്നെ എ പി ഉസ്താദിനെ എതിർത്തത് കൊണ്ട് തന്നെ ഇനി എ പി സമസ്തയിലെ ആരെയും അവന് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ അവൻ നേരെ ഇ കെ സമസ്തയിലെ നേതാക്കന്മാരെ പിടിച്ചു തുടങ്ങി. ആദ്യമായിട്ട് തുടങ്ങിയത് ജിഫ്രി തങ്ങളെയാണ്. ജിഫ്രി തങ്ങൾ അങ്ങനെയാണ്, ജിഫ്രി തങ്ങളാണ് ആദർശ നായകൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നാൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ടും അവിടുത്തെ പ്രസംഗത്തിൽ വ്യാജ ത്വരീഖത്തുകാരെയും കള്ള ഔലിയാക്കളെയും ഷെയ്ഖന്മാരെയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ ജിഫ്രി തങ്ങളും വഹാബിയായി. പിന്നീട് ഇപ്പോൾ ഇവരെടുത്ത പുതിയ അടവാണ് ജീവിച്ചിരിക്കുന്ന ആരെയും പിടിച്ചാൽ ഇനി പിടികിട്ടില്ല എന്ന് കണ്ടിട്ട് ഇപ്പോൾ ഇവരുടെ മശായിഖ് ഇ കെ ഉസ്താദാണ് എന്നാണ് പറയുന്നത്. ഇ കെ ഉസ്താദാണെന്ന് പറഞ്ഞാൽ ഒരു ഗുണമുണ്ട്. ഇ കെ ഉസ്താദ് ഏതായാലും വഫാത്തായല്ലോ, ഇനി അവിടുന്ന് വന്നിട്ട് ഒന്നും എതിര് പറയില്ലല്ലോ, ഇവർക്കെതിരെ പറയില്ലല്ലോ എന്നാണ് ഇവർ ധരിച്ചു വെച്ചത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആരെയും ഇനി ഇവർക്ക് മശായിഖാക്കാനോ അല്ലെങ്കിൽ ഇവരെ ഷെയ്ഖാക്കാനോ പറ്റില്ല. കാരണം സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും ആദർശപരമായിട്ട് വളരെ ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പറയുന്നത് വ്യാജ ത്വരീഖത്തുകൾക്കെതിരെയാണ്, കള്ള ഷെയ്ഖന്മാർക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു സമസ്തയിലുള്ള സുന്നി പണ്ഡിതന്മാരെയും ഇവർക്ക് ഷെയ്ഖായി കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മരണപ്പെട്ടു പോയ മഹാന്മാരെയാണ് പിന്നീട് ഇവർ ഷെയ്ഖാക്കി പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുരുവട്ടൂരികളുടെ ഷെയ്ഖാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്. അത് നൗഷാദ് പറയുന്നത് കേൾക്കാം. അതല്ലേ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ശരീഅത്തും ത്വരീഖത്തും മഅരിഫത്തും ഹഖീഖത്തും എല്ലാം ശംസുൽ ഉലമയാണ്. കേട്ടല്ലോ, ഇവന്റെ ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും ഒക്കെ ഷെയ്ഖ് ഇ കെ ഉസ്താദാണ്. ഇവൻ ഇന്ന് കാണിച്ചു കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളും, ഇബിലീസിനെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് മുതൽ പാട്ട് പാടാനും ഷെയ്ഖിന് എന്തു തോന്നിവാസവും ചെയ്യാനും ഒക്കെയും അനുവാദം കൊടുക്കുന്ന ഇവന്റെ ശരീഅത്തിന്റെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് എന്നാണ് ഇവൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. കാരണം ഇത് പറയുമ്പോൾ ഇ കെ ഉസ്താദ് വഫാത്തായല്ലോ, ഇനി വരില്ലല്ലോ എന്നാണ് ഇവൻ ധരിച്ചു വെച്ചത്. പക്ഷേ ഇ കെ ഉസ്താദ് ഇവിടെ പറഞ്ഞു വെച്ചു പോയത് തന്നെ ധാരാളമാണ്. അവിടുത്തെ ശിഷ്യന്മാർ പറയുന്നത് തന്നെ ധാരാളമാണ് ഇ കെ ഉസ്താദിന്റെ ആദർശം തെളിയാൻ. ഏതായിരുന്നാലും നൗഷാദ് പറഞ്ഞല്ലോ ഇവന്റെ ത്വരീഖത്തിന്റെയും ശരീഅത്തിന്റെയും ഒക്കെ ഷെയ്ഖ് ഇ കെ ഉസ്താദാണെന്നാണല്ലേ ഇവൻ പറഞ്ഞത്. എന്നാൽ ഇ കെ ഉസ്താദ് ഇത്തരത്തിലുള്ള വ്യാജന്മാരെ കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുവരാം. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള എത്രയോ കള്ളശൈഖന്മാര് കേരളത്തിലുണ്ട്. തനി ഹൈന്ദവ സിദ്ധാന്തവുമായി കേരളത്തിൽ കുറെ കള്ളശൈഖന്മാരും അദ്വൈത സിദ്ധാന്തങ്ങൾ, പുനർജന്മവാദം, ഈ നിലക്കുള്ള സിദ്ധാന്തങ്ങളുമായി കള്ളശൈഖന്മാര് കേരളത്തിൽ വന്നു. ആ കള്ളശൈഖന്മാരെ എല്ലാം തന്നെ നിലക്ക് നിർത്താനും അതിന്റെ പൊള്ളത്തരം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും സമസ്തയുടെ നമുക്ക് സാധിക്കും. കണ്ടോ, ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് പറയുന്നത് ഇവിടെ കള്ള ത്വരീഖത്തുകാർ, വ്യാജ ഷെയ്ഖന്മാർ, സിദ്ധന്മാരുണ്ട്. ഇസ്ലാമിന്റെ ശരീഅത്തിനെതിരെ മാത്രം സംസാരിക്കുന്ന ചില ആളുകൾ, അതിൽപ്പെട്ടത് തന്നെയാണ് നൗഷാദെ നിങ്ങളും. പരിശുദ്ധ റമദാനിൽ ഷെയ്ഖ് നിങ്ങൾക്ക് വെള്ളം തന്നാൽ കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. ഇത്രയധികം ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ, ഇ കെ ഉസ്താദി പറഞ്ഞതുപോലെ ഇവിടെ വ്യാജ ത്വരീഖത്തുകാരുണ്ട്. സമസ്ത അതിനെ എക്കാലത്തും വളരെ വ്യക്തമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് സമസ്ത എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇ കെ ഉസ്താദിന്റെ വാചകമാണ്. എന്നാൽ നൗഷാദെ, നിന്റെ അഭിപ്രായത്തിൽ വ്യാജ ത്വരീഖത്തുകാർ, കള്ള ത്വരീഖത്ത് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? നീ പറ. കള്ള ത്വരീഖത്ത് എന്നൊരു സംഭവം തന്നെയല്ല. ത്വരീഖത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ. ഇപ്പൊ നിന്റെ ആദർശവും ഇ കെ ഉസ്താദിന്റെ ആദർശവും രണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇ കെ ഉസ്താദ് പറയുന്നു ഇവിടെ ധാരാളം വ്യാജ ത്വരീഖത്തുകാരുണ്ട്, വ്യാജ സിദ്ധന്മാരുണ്ട്, ഷെയ്ഖുമാരുണ്ട്, അവരെയൊക്കെ സമസ്ത വ്യക്തമാക്കിയിട്ടുമുണ്ട്. നീ പറയുന്നത് എന്താ? ഇവിടെ വ്യാജ ത്വരീഖത്ത് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല, കള്ള ത്വരീഖത്ത് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഇല്ല, എല്ലാ ത്വരീഖത്തും അള്ളാഹുവിലേക്ക് എത്തുന്നതാണ് എന്ന് പറഞ്ഞത്.
അപ്പോൾ എല്ലാ ത്വരീഖത്തും വ്യാജമായ ഏതൊക്കെ ത്വരീഖത്തുണ്ടോ അതൊക്കെയും അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗമാണ് എന്നാണ് നീ പറയുന്നത്. അപ്പോൾ ഈ കെ ഉസ്താദിന്റെ ആദർശവുമായിട്ട് പുലബന്ധം പോലും നിനക്കില്ല എന്ന കാര്യം ഇവിടെ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഇനി തീർന്നില്ല, ഇനി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ കോരൂര് ത്വരീഖത്തിനെ കുറിച്ച് പറയുന്നത്? എന്താണ് നിങ്ങൾക്ക് കോരൂര് ത്വരീഖത്തിനെ കുറിച്ച് പറയാനുള്ളത്? അതുപോലെ തന്നെ കൊണ്ടോട്ടി ത്വരീഖത്തിനെ കുറിച്ച് പറയാനുള്ളത്, നൂരിഷാ ത്വരീഖത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊക്കെ സമസ്ത വളരെ വ്യക്തമായിട്ട് ഈ കെ ഉസ്താദ് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ എടുത്ത തീരുമാനങ്ങളാണ്. ഇവരൊക്കെ വ്യാജ ത്വരീഖത്തുകാരാണെന്ന്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട MT ഉസ്താദ്, ഈ കെ ഉസ്താദിന്റെ ശിഷ്യൻ, ഈ ത്വരീഖത്തുകളെ കുറിച്ചും ഒക്കെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇങ്ങനെ ഓരോ ത്വരീഖത്തുകളെ അതൊക്കെ ഇന്ന് ഞാനൊരാളായിട്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്തിനാ നിസ്കരിച്ചത്? അഖമിസ്സലാത്തലി ദിക്രി, അള്ളാഹുവിനെ സ്മരിക്കാനാ. അപ്പം അള്ളാഹുവിൻ്റെ സ്മരണ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട. ഈ ഇബാദത്തൊക്കെ അള്ളാഹുവിനെ ഓർക്കാനാ. അള്ളാഹുവിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട, ലാഹിരിയായ ഇബാദത്തൊന്നും വേണ്ട. കുരൂർ തരീക്കത്ത്, ചോറ്റൂർ തരീക്കത്ത്, അങ്ങനെ എപ്പോഴും പല തരീക്കത്തുകളുണ്ട്. അതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ആളുകളുടെ അവസ്ഥ? ഒക്കെ ഈ കുഫ്രിയത്തിലേക്കും രിദ്ദത്തിലേക്കും പോകുന്ന തരീക്കത്തിലൂടെ പോകൂലേ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനികളെ, അപ്പൊ കൊരൂര് ത്വരീഖത്ത്, ചോറ്റൂര് ത്വരീഖത്ത് ഇതൊക്കെ വ്യാജമാണെന്ന് സമസ്ത തീരുമാനമെടുത്തതാണ്. നൂരിഷാ ത്വരീഖത്ത് ഇതൊക്കെയും വ്യാജമാണെന്നുള്ളത് സമസ്ത ഈ കെ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെടുത്ത തീരുമാനമാണ്. എന്നാൽ ഈ ത്വരീഖത്തുകളെല്ലാം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? കുരുവട്ടൂർക്കാരൻ സമദ് തന്നെ പറയുന്നത് കേൾക്കാം. ത്വരീഖത്തിന്റെ മേഖലയിൽ പറയപ്പെട്ട പല മശായിഖന്മാരും ഇവിടെ ഉണ്ട്. അവരെ കുറിച്ച് പുനരാലോചന നടത്തണം. അത് എങ്ങനെ നടത്തണം? ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല. സമസ്ത തീരുമാനമെടുത്ത് ഒരുപാടുണ്ട്. ചോറ്റൂര്, അതേപോലെ കുരൂര്, നൂരിഷ, അങ്ങനെ തുടങ്ങി ഒരുപാട്, ശംസിയ, ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ്. അത് ആണോ അല്ലേ എന്നുള്ള തീരുമാനം കേവലം ഇങ്ങനെയുള്ള 40 ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല. അതൊരിക്കലും ശരിയല്ല. അപ്പൊ എങ്ങനെ ഇരിക്കണ്? ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദ് അടക്കമുള്ള തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാരെടുത്ത തീരുമാനങ്ങൾ അതൊന്നും ശരിയല്ല. 4-5 ആൾക്കാർ ഒരാളെ വലിയാണെന്ന് പറഞ്ഞാൽ പിന്നോം വലിയ തന്നെയാണെന്നാണ് മൂപ്പര് പറയണത്. ഒരു കുറച്ച് ആളുകൾ ഇവൻ വലിയാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നോം വലിയായി മാറി. ഇതാണ് നമ്മുടെ പാണ്ഡൻ സമ്പത്ത് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. ഇതാണ് നിങ്ങളുടെ ആശയം. ഒരു മൂന്നാല് ആൾക്കാർ ഇവൻ വലിയാണെന്ന് പറഞ്ഞാൽ വലിയായിട്ട് വിശ്വസിച്ചു കൊള്ളണം. ഇതാണ് നിങ്ങളുടെ വിശ്വാസം. എന്നാൽ ശംസുൽ ഉലമയുടെ വിശ്വാസം അതല്ല. ശംസുൽ ഉലമയെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുകയാണ് നിങ്ങൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ ഇന്ന് ശംസുൽ ഉലമയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പൊടി പോലും ഉണ്ടാവുകയില്ല. ഇനി എല്ലാ കള്ളന്മാരുടെയും ആവശ്യം എന്താണ്? അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ ചെയ്യണം, സാമ്പത്തിക ലാഭം ഉണ്ടാക്കണം, അവർക്ക് ഈ ദുനിയാവ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കണം. പാവപ്പെട്ട തന്നെ വിശ്വസിച്ചു കൂടിയ ആളുകളെ അവരുടെ പണമെല്ലാം പോക്കറ്റ് അടിച്ചുകൊണ്ട് ഇവർക്ക് സുഖമായിട്ട് ജീവിക്കണം, ഇവർക്കും ഇവരുടെ ഫാമിലിക്കും നല്ല സുഖമായിട്ട് ദുബായിലും മറ്റുമൊക്കെ പോയി നല്ല ആഡംബര ജീവിതം ജീവിക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരു ഹറാമും അവരെ ബാധിക്കുകയില്ല. ഷെയ്ഖ് എങ്ങാനും കള്ളു കുടിക്കുന്നത് മുരീദ് കണ്ട് ചോദിച്ചാൽ ഷെയ്ഖ് പറയുന്ന മറുപടി എന്താ? അത് ഇവന്റെ ഷെയ്ഖ് തന്നെ പറയുന്നത് കേൾക്കാം. അവരുടെ കർമ്മം, അവരുടെ പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണ്. യഹ്യൽ ബുഖാരി തങ്ങൾ നമ്മുടെ കാഴ്ചയിൽ അവരെടുത്തുനിന്ന് നമ്മൾ കാണുമ്പം തെറ്റാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന 10,000 ശരികളുടെയും മേലെയാണെന്ത് നമ്മളെ കാഴ്ചയിൽ ഓരോ ഒരു തെറ്റ്. അപ്പൊ എന്താ അതിന്റെ പവർ? നമുക്ക് കള്ളത്തരാന്ന് തോന്നുന്നത് എന്തോ ഒരു കാര്യം. നമ്മൾ പലതും പഠിച്ചുവെച്ചതുണ്ടാവും, മനസ്സിലാക്കി വെച്ചതുണ്ടാവും, പല സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വെച്ച പല കാര്യങ്ങളും ഉണ്ടാകും. ചെറുപ്പം മുതലേ ശംസുൽ ഉലമായും ബഹുമാനപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാർ, AP ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, അവരെല്ലാം കിതാബുകളിലൂടെയും പാഠമായിട്ടുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ വലിയ ആശയങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ തനതായ ശൈലിയും നിയമങ്ങളും.
അതൊക്കെ നമ്മൾ പഠിച്ചു വച്ചതിനെതിരായിട്ട് നമ്മൾ പലതും ഈ ഷെയ്ഖിൽ നിന്നൊക്കെ കാണും. പക്ഷെ അതൊന്നും തെറ്റായിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതാണ് ഇവൻ പറയുന്നത്. എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്നറിയോ? ഇവരുടെ ഷെയ്ഖുമാരിൽപ്പെട്ട ഒരാളാണ് യഹ്യൽ ബുഖാരി എന്ന് പറയുന്ന തങ്ങൾ. അദ്ദേഹം സിനിമയെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്? കേട്ടുവരാം. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണി തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണി ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാതായിരിക്കും പറയട്ടെ, ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. വയർത്തോൾ സിനിമയിൽ അഭിനയിച്ച മുഹമ്മദ് റാഫി ഇപ്പോൾ സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ സ്വർഗം പറയുന്നത് നല്ല രേഖപ്പെടുത്തുന്ന. അപ്പൊ സിനിമയിൽ അഭിനയിച്ച ബാബുരാജും അതുപോലെ തന്നെ പ്രേം നസീറും അവരൊക്കെ സ്വർഗത്തിലാണ് എന്ന് മൂപ്പർക്ക് വഹി കിട്ടി. ആരെങ്കിലും സ്വർഗത്തിലാക്കാനോ നരകത്തിലാക്കാനോ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ സിനിമ കാണുന്നത് അത് തെറ്റൊന്നുമല്ല. മൂപ്പരും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. സിനിമ കാണുന്നതും അതിൽ അഭിനയിക്കുന്നതുമൊക്കെ അതൊക്കെ തെറ്റായ കാര്യമാണ് ഇസ്ലാമികപരമായിട്ട് എന്ന് നമ്മൾ ചെറുപ്പകാലം മുതലേ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങാനും അവിടെ ചോദിക്കാൻ പറ്റുമോ? അത് പറ്റൂല. കാരണം അത് യഹ്യൽ ബുഖാരി ചെയ്താൽ, അത് ഞങ്ങളെ ഷെയ്ഖ് ചെയ്താൽ അത് വലിയ സംഭവമാണ്, പുണ്യമാണ് എന്നാണ് ഇപ്പോൾ ഇവന്റെ ഷെയ്ഖ് പറഞ്ഞത്. അപ്പൊ ഇനി നാളെ ഈ പറയുന്ന ആള് തന്നെ നാളെ ഒരു കുപ്പി കള്ളു കുടിച്ചാൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. നാളെ ഇവൻ മറ്റേതെങ്കിലും ഹറാമ് ചെയ്താൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഷെയ്ഖാണല്ലോ, ഷെയ്ഖിനെന്തും ചെയ്യാം. ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും ആണ് ഇവരുടെ വിശ്വാസം. ഇത് തന്നെയാണ് വ്യാജ തരീഖത്ത് എന്ന് നമ്മളെല്ലാവരും പറയുന്നതും. അപ്പൊ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇ.കെ. ഉസ്താദിനെ ഇതിൽ വലിച്ചയക്കരുത്. ഇ.കെ. ഉസ്താദിന്റെ ആദർശവും ആശയം നിങ്ങൾ പുലബന്ധം പോലുമില്ല. ഇ.കെ. ഉസ്താദിന്റെ കുരുത്തക്കേടും കൂടെ മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ ബാക്കിയുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരുടെ കുരുത്തക്കേടും നിങ്ങൾക്കായി. ഇനിയിപ്പോൾ ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ കൃത്യമായിട്ട് ഇ.കെ. ഉസ്താദിന്റെ ശിഷ്യന്മാർ തന്നെ നാളെ ഇവരെ ചോദ്യം ചെയ്താൽ പിറ്റേ ദിവസം മുതൽ ചിലപ്പോൾ ഇ.കെ. ഉസ്താദും വഹാബിയായി എന്ന് പറയും. അതിനും മടിയില്ലാത്ത ആളുകളാണ്. സ്വന്തം ദേഹേച്ഛക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ സംസാരിക്കാറുള്ളൂ. അതല്ലാതെ ബഹുമാനപ്പെട്ട മഹാന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മശായിഖുമാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരെ കൊണ്ടുണ്ടാകുന്ന ചെറുതൊന്നുമല്ല. പല ആളുകളുടെയും ഈമാൻ ചാഞ്ചാട്ടം ഉണ്ടാകാൻ കാരണക്കാർ ഇവർ ഒരു കൂട്ടർ മാത്രമാണ്. ഇവരിൽപ്പെട്ട ഒരാളുണ്ട്, കറാമത്തുകൾ പറഞ്ഞു നടക്കുന്ന ഒരു കാഫിലക്കാരൻ. അദ്ദേഹത്തെ കൊണ്ടുണ്ടായ നാശം എന്താണ്? ഈ ഇല്ലാ കഥകൾ, കറാമത്തുകൾ ഉള്ളതും ഇല്ലാത്തതും ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട ഔലിയാക്കളോടുള്ള ഒരു ബഹുമാനം അത് പാടെ കുറഞ്ഞു പോയിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദൊക്കെ ഇതിനെതിരെ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യം ഇ.കെ. ഉസ്താദ് പറഞ്ഞതുപോലെ സമസ്ത കൃത്യമായിട്ട് വ്യാജ ത്വരീഖത്തുകാർക്കെതിരെ നിയമ നടപടികൾ എടുത്തിട്ടുണ്ട്, അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അത് ഇന്നും ചെയ്യുന്നുണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതിനെതിരെ കൃത്യമായിട്ട് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം, മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഔലിയാക്കളെ പേരിൽ പച്ചക്കള്ളം കെട്ടിപ്പറഞ്ഞ് കറാമത്താണെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർക്കെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ശക്തിയായി ശബ്ദിക്കുന്നവരാണ്. ഇത് ഞാൻ പറയാൻ കാരണം ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗത്തിൽ മുജാഹിദിന് നിലനിൽപ്പുണ്ടാവില്ല. ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞാൽ മുജാഹിദ് ജമാഅത്തുകാർക്ക് നിലനിൽപ്പുണ്ടാവില്ല. അതുപോലെ ഇമാമിങ്ങളെ കിതാബ് പറഞ്ഞാൽ നിലനിൽപ്പുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ പരിപാടി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുശാവറയിലെ അംഗങ്ങളല്ല, അതുപോലെ അംഗീകരിക്കപ്പെട്ട മഹാന്മാരല്ല. പിന്നെയോ ഏതെല്ലാമോ ചില ആളുകൾ തലപ്പാവ് ധരിച്ച് താടിയും വെച്ചിട്ട് അവര് ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നു. അവരെ പ്രസംഗിപ്പിക്കുന്നത് തന്നെ ഈ പുത്തൻവാദികളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
അവര് പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്നു മടവൂര് ശൈഖിന്റെ പേരിൽ. മടവൂര് ശൈഖ് വലിയ മഹാനാണെന്നതിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. മടവൂര് ശൈഖ് ഭ്രാന്തനാണെന്ന് പറയുന്ന മുജാഹിദുണ്ട്. ഭ്രാന്ത് അവന്റെ തലയിലാണ്, മടവൂര് ശൈഖിനല്ല. മടവൂര് ശൈഖ് വലിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു എന്നല്ല, രാത്രി സമയത്ത് മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച് എത്രയോ രാവുകളുണ്ട്. അതേ അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പെടുത്ത എത്രയോ ദിനങ്ങളുണ്ട്. ഒരൊറ്റ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നു, പകുതി അത്താഴത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയ സന്ദർഭങ്ങൾ മഹാനവറുകൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. മൈസൂർ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലാതെ മഹാനവറുകളെ തൊടാറില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ കറാമത്തുണ്ടായ മഹാനാണ് മടവൂര് ശൈഖ്. അതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതുണ്ട്. അതെല്ലാം അവിടെ വെച്ചിട്ട് അതൊന്നും പറയാതെ പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിക്കുന്ന ചില പ്രസംഗകരുണ്ട്. അവരെ കിളിപ്പുകൾ കൽപ്പിച്ചിട്ട് മടവൂരിനെ കുറിച്ച് നിങ്ങളെ വിശ്വാസം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ച് സുന്നികളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന മുജാഹിദുണ്ട്. പറയട്ടെ, പഴയ കാലത്ത് കുണ്ടൂട്ടി നേർച്ച എന്ന പേരിലുള്ള നേർച്ച അത് വ്യാജത്തരീക്കത്തുകാരെ നേർച്ചയായിരുന്നു. അതുപോലെ കാര്യലാഭത്തിന് വേണ്ടി നടത്തിയ ചില നേർച്ചകൾ ഉറൂസുകളുണ്ട്. അവിടെ കടുത്ത തമ്മാടിത്തം നടത്തിയിട്ടുണ്ട്. അതിനെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പരസ്യമായി പ്രസംഗിച്ചപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞാൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതിനെതിരെ പ്രമേയം പാസാക്കിയപ്പോ അതാ മുജാഹിദിന്റെ നാവടങ്ങിപ്പോയി. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ കുറൂസ് കറാമത്ത് പറയുന്ന വ്യാജ തരീഖത്തുകാർക്കെതിരെ ശക്തമായി സംസാരിച്ച് മുജാഹിദിന് ബടി കൊടുക്കുന്ന ഈ വ്യാജന്മാർക്കെതിരെ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് അതും ഞങ്ങൾ ഇവിടെ നിർത്തിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. ഇവിടെ ദീൻ ഇവിടെ നിലനിർത്തും. അതിനാണ് മുസ്ലിം ജമാഅത്ത്, അതിനാണ് SYS, അതിനാണ് SSF, അതിനാണ് സമസ്ത ജമിയത്തുൽ ഉലമ. കഴിഞ്ഞ സമസ്ത ജമിയത്തുൽ ഉലമയുടെ മുശാവറയില് നിങ്ങളെ നാട്ടുകാരനായ ബഹുമാനപ്പെട്ട താഹ ഉസ്താദ് അവറുകളുണ്ട്. മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞു, കറാമത്ത് പറഞ്ഞ് പച്ചക്കള്ള എന്നെ പറ്റിയും പറയുന്നു. മടവൂര് ശൈഖ് കുറഞ്ഞ കാലം നിന്ന ഒരു വീടുണ്ട്. ജനിച്ച വീടുമല്ല, മരിച്ച വീടുമല്ല. ആ വീട്ടിന്റെ പേരാണ് ചിറ്റടി വീത്തൽ. അതാണ് CM എന്ന് പറയും. അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് മഹാനവറുകൾ. പിന്നെ ഒരിക്കലും ഉമ്മാനെ കാണാൻ വേണ്ടി ഉമ്മ ഹജ്ജിന് പോകുമ്പോ മറ്റോ അവിടെ പോയിട്ടുണ്ട്. ആ വീട്ടില് ഒരു ബടാപ്പറുണ്ട്. ഒരാള് പ്രസംഗിക്കുകയാണ് തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട്. കാന്തപുരം ഉസ്താദ് ഇക്കൊല്ലം അവിടെ ക്ഷണിക്കാനും വിചാരിച്ചില്ല, പോവാനും വിചാരിച്ചില്ല. പിന്നെ CM ഉറക്കിൽ വന്നിട്ട് കാന്തപുരം ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ പോണം, എന്നിട്ട് ആ ബടാപ്പുറത്തും പോയിട്ട് ഒന്ന് കിടക്കണം, നിങ്ങളെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പറയാണ്, സമസ്ത മുശാവറയിൽ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ നിങ്ങൾ നാട്ടുകാരൻ, അതെ ഉസ്താദ് സാക്ഷിയാണ്. ഉസ്താദ് പറയും പച്ചക്കള്ളാണ്. എന്നോട് അങ്ങനെ മടവൂരട്ടെ ഞാൻ സ്വപ്നം കണ്ടിട്ടുമില്ല, എന്നോട്ട് പറഞ്ഞിട്ടുമില്ല, ഞാനൊട്ട ബടാപ്പുറത്ത് കടന്നിട്ടുമില്ല, ഞാനങ്ങ് കേറി തന്നില്ല. ഇങ്ങനെ കള്ളം പറഞ്ഞു നടക്കുന്ന കുറെ പ്രസംഗകരുണ്ട്. അവരെ ക്ലിപ്പിങ് കേൾപ്പിച്ചിട്ട് ഇതല്ലേ നിങ്ങളെ കറാമത്ത്, എന്റെ കാന്തപുരത്തിന്റെ രോഗം മാറാത്തത് എന്നൊക്കെയാ ചോദിക്കുക. അപ്പൊ നമ്മൾ പെട്ടുപോണ്ട, മുസ്ലിമീങ്ങൾ പെട്ടുപോണ്ട. അത് വ്യാജന്മാരുടെ പദ്ധതിയാണ്. ചിലര് അവര് സ്വന്തത്തിൽ വ്യാജനല്ല, വ്യാജം പറയുന്നത് കേട്ട് പെട്ടു എന്നാണ്. അങ്ങനെയുണ്ട്. സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നത് എന്തെന്നറിയോ? നബിതങ്ങളെ സംബന്ധിച്ച് ഹദീസ് റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളവ് റിപ്പോർട്ട് ചെയ്തത് ചില നല്ല മനുഷ്യന്മാരാണ്. നല്ല മനുഷ്യന്മാരെങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി കളവ് റിപ്പോർട്ട് ചെയ്യാ? അവിടെ അത് വിശദീകരിച്ചു. എന്താ വിശദീകരിച്ചോ? മനഃപൂർവ്വം കള്ളത്തരം പറയുന്നതല്ല മഹാന്മാര്, പിന്നെ അവരെ നാവുമ്മലൂടെ കളവ് വരികയാണ്. എങ്ങനെ വരുന്നത്? ഓർന്നു വരുന്നതല്ല. ചില ആളുകൾ അവരെ പോയി പറഞ്ഞ് പറ്റിക്കുകയാണ്. ചില വ്യാജന്മാര് പോയിട്ട് അവരെ പറഞ്ഞ് പറ്റിക്കും. അപ്പൊ അവര് വിചാരിക്കുന്നത് സത്യമാണ്. നിഷ്കളങ്കന്മാരാകും അങ്ങനെയാണോ? കൂടുതൽ ആലോചിക്കൂല. അപ്പൊ അവരത് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ കളവ് റിപ്പോർട്ട് ചെയ്തവരായി അവര്. അങ്ങനെ
അങ്ങനെ എത്രയോ മഹാന്മാരുണ്ടെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഇതുപോലെ ചില നിഷ്കളങ്കന്മാരും ഇത്തരം ചില വ്യാജന്മാര് പറയുന്നത് കേട്ട് പെട്ടുപോയിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്. അവർ വ്യാജരല്ല. അവിടെ എല്ലാവരും വ്യാജരാന്ന് വിചാരിക്കരുത്, പെട്ടുപോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? നല്ല തിരിച്ചറിവ് വേണം. വിഷയങ്ങളെ കുറിച്ച് നല്ല തിരിച്ചറിവ് വേണം. അത് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പ്രസംഗിക്കുക. മടവൂരിനെ അങ്ങോട്ട് പൊക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂരാണ്. അപ്പൊ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മടവൂർ ഇങ്ങനെ നിയന്ത്രിക്കുക. മടവൂര് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ല അതൊക്കെ. അപ്പോ ഈ മുജാഹിദിന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇത് മുജാഹിദ് തന്നെ ഉണ്ടാക്കുകയാണ് ഈ കക്ഷികളെ. മുജാഹിദിന് ചോദ്യം ചോദിക്കാലോ, ആകാശവും ഭൂമിയൊക്കെ ഉണ്ടാക്കിയത് മടവൂരാ. ആ മടവൂര് ഇതൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ അപ്പൊ ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാനുള്ള അവസരം കൊടുക്കുക. സുന്നത്ത് ജമാഅത്തിന് ഉത്തരവാദിയല്ല. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന തഫ്താസാനിയുടെ സറഹുൽ മഖാസിദും ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിലുമൊക്കെ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പല നിയന്ത്രണങ്ങളും പലർക്കും പല വിധത്തിലും കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ? അതെ, ഞാനിപ്പോ ട്രെയിനിന് പോകാൻ പോവാണ്. ആ ട്രെയിന് നിയന്ത്രിക്കുക ട്രെയിനിന്റെ ഡ്രൈവറാണ് എന്ന് പറയും. അതിന്റെ അർത്ഥം അള്ളാഹ് നിയന്ത്രിക്കുന്നില്ല എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ഡ്രൈവർ നിയന്ത്രിക്കുന്നു, പ്ലെയിൻ പൈലറ്റ് നിയന്ത്രിക്കുന്നു, ഈ സ്റ്റേജ് അധ്യക്ഷൻ നിയന്ത്രിക്കുന്നു, സംഘടനയുടെ പ്രസിഡന്റ് നിയന്ത്രിക്കുന്നു, സെക്രട്ടറി നിയന്ത്രിക്കുന്നു ഒക്കെ പറയും. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് അപ്പുറം ആണ് എന്നല്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ചില മഹാന്മാർക്കും അല്ലാഹു തആല ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് തസറുഫ് എന്നും നിയന്ത്രണം എന്നൊക്കെ ചിലപ്പോൾ ചില കിതാബുകളിൽ കാണും. അങ്ങനെയുള്ള ചില നിയന്ത്രണങ്ങൾ അതാ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ വെള്ളം കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അതവിടുത്തെ കൈകാര്യമല്ലേ? ഇതുപോലെ സഹാബത്ത് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോ ബുഖാരിയിലെ ഹദീസല്ലേ, ഒരു പാത്രത്തിൽ കൈവിരൽ വെച്ചുകൊണ്ട് നബി തങ്ങൾ വെള്ളം കൊടുത്തു, അവരുടെ ദാഹം നിയന്ത്രിച്ചു. അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ മഹാന്മാർക്കുണ്ട്. എന്നല്ലാതെ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നവൻ എന്നവരെ കുറിച്ച് പറയാൻ പറ്റൂല. അത്തരത്തിലുള്ള ചില വാചകങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും പ്രസംഗിച്ചും ജനങ്ങളെ കൺഫ്യൂഷനാക്കി മുജാഹിദിന് ആശയം ഇട്ടുകൊടുക്കുന്ന ചിലരുണ്ട്. അവരുടെ ആശയം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമല്ല. ഇനി ഏതെങ്കിലും ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അദ്ദേഹത്തിന് ആ ഉദ്ദേശവുമില്ല. അതെങ്ങനെയെന്നറിയോ? നമ്മൾ ചിലപ്പോ പറയും ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറയും. അങ്ങനെ പറയില്ലേ? ലോകൊട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് ഇല്ലേ? പറയലുണ്ട്. ചവിട്ടി നമ്മൾ ഉദ്ദേശം എന്താണ്? ലോകൊട്ടാകെ അമേരിക്ക നിയന്ത്രിക്കുന്നു എന്നാ? അങ്ങനല്ല. അത് നമുക്ക് തന്നെ അറിയാം. അമേരിക്ക തന്നെ കൊറോണ ഉണ്ടായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞോ അമേരിക്കക്ക്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നാണ്. അതിനൊരു പറയുമ്പോ ചിലപ്പോ ചക്ക പോലത്തെ പേന് എന്ന് പറയും. ചിലപ്പോ ചക്കന്റെ അത്ര വലിയ പേനുണ്ടാവോ? അതുപോലത്തെ ചില പറച്ചിൽ പറഞ്ഞവരും ഉണ്ടാകാം. അപ്പോഴേക്ക് അവരെ പിടിച്ച് കാഫറാക്കാനും പോണ്ട. അപ്പൊ സഹോദരന്മാര്, വിഷയങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത സാധാരണക്കാരെ കൺഫ്യൂഷനാക്കുന്ന അത്തരം വാചകങ്ങൾ എടുത്ത് അതിന്റെ ക്ലിപ്പിംഗ് വെച്ച് മുസ്ലിമീങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ കപടന്മാരുണ്ട് ഇവിടെ.